ഹായ് ഡിയേഴ്സ്, നീറ്റ് 2021ന്റെ ഡ്രസ് കോഡാണ് നമ്മുടെ വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നത്. അതായത് ബോയ്സിനും ഗേൾസിനുമുള്ള ഡ്രസ് കോഡുകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് നീറ്റ് എക്സാമിനേഷൻ ഹാളിലേക്ക് എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടത്, അതായത് അലൗഡ് ഐറ്റംസ് എന്തൊക്കെയാണ് കൊണ്ടുവരാത്ത ഐറ്റംസ്, അതായത് പ്രോഹിബിറ്റഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അലൗഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡാണ്. അഡ്മിറ്റ് കാർഡിൽ ഓൾറെഡി ഒരു ഫോട്ടോ ഉണ്ടാകും. കൂടാതെ നിങ്ങൾ ഒരു ഫോട്ടോ അതിലൊരു പേസ്റ്റ് ചെയ്യേണ്ടതാണ്. എന്താണോ നിങ്ങൾ നീറ്റ് 2021 കൊടുത്തിരിക്കുന്ന അതേ ഫോട്ടോ തന്നെയാണ് അഡ്മിറ്റ് കാർഡിൽ പേസ്റ്റ് ചെയ്യേണ്ടത്. രണ്ടാമതൊരു ഫോട്ടോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതായത് അത് അവിടെ ഒരു അറ്റൻഡൻസ് ഷീറ്റ് ഉണ്ടാവും. അതിൽ നിങ്ങൾ എക്സാമിനേഷൻ ഹാളിൽ നിന്നും പേസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഒരു 2 ഫോട്ടോ എങ്കിലും കയ്യിൽ കരുതിക്കൂടുക. അഥവാ എന്തെങ്കിലും അതിന്റെ മുകളിൽ ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ടെൻഷൻ ആവേണ്ട കാര്യമില്ലല്ലോ. ഒന്നും കൂടി നമുക്ക് ആ ഫോട്ടോ അവിടെ അറ്റൻഡൻസ് ഷീറ്റിൽ പതിപ്പിക്കാവുന്നതാണ്. കൂടാതെ അഡ്മിറ്റ് കാർഡിന് ഒപ്പം തന്നെ ഒരു പെർഫോമയും ഉണ്ടാവും. അപ്പൊ പെർഫോമയിലേക്ക് വേണ്ടിയിട്ട് ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോയും കൂടി വേണം. അതും കൂടി നിങ്ങൾ കൊടുത്തിരിക്കുന്ന അതേ കോപ്പി തന്നെ ആയിരിക്കണം. ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോയും ഉണ്ടായിരിക്കണം. അടുത്തതായിട്ട് വേണ്ടത് ഒരു ഫോട്ടോ ID പ്രൂഫാണ്. അത് നിങ്ങളുടെ ആധാർ കാർഡ് ആയാൽ മതി. എല്ലാ കുട്ടികൾക്കും ആധാർ കാർഡ് ഉണ്ടാവും. അത് ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ ഉള്ള എന്തെങ്കിലും ഒരു പ്രൂഫ് മതിയാവും. അത് നിങ്ങളുടെ +2ന്റെ ഹോൾ ടിക്കറ്റ് ആയാൽ മതി, അല്ലെങ്കിൽ നിങ്ങളുടെ റേഷൻ കാർഡ് ആവാം, അല്ലെങ്കിൽ പാസ്പോർട്ട് ആവാം, ബാങ്കിന്റെ പാസ്ബുക്ക് ആയാൽ മതി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ID പ്രൂഫായിട്ട് കൊണ്ടുപോകാവുന്നതാണ്. ഓക്കെ. പിന്നെ വേണ്ടത് ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും, ബ്ലൈൻഡ് ഒക്കെ ആയിട്ടുള്ള കുട്ടികളുണ്ടാവും. അവർക്ക് സ്വന്തമായിട്ട് ബബിൾ OMR ഷീറ്റ് ഫില്ല് ചെയ്യാനൊന്നും പറ്റില്ല. അവർക്ക് ഒരു സ്ക്രൈബ് ഉണ്ടാവും അവരുടെ കൂടെ തന്നെ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള അവരുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ തീർച്ചയായിട്ടും കൊണ്ടുവരേണ്ടതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് അലൗഡ് ആയിട്ടുള്ളൂ എക്സാമിനേഷൻ ഹാളിലേക്ക്. പെന്ന് പോലും അലൗഡ് അല്ല, അതൊക്കെ അവിടെ നിന്ന് തരുന്നതായിരിക്കും. ഓക്കെ. ഇനി എന്തൊക്കെയാണ് നമുക്ക് പ്രോഹിബിറ്റഡ് ഐറ്റംസ്, അതായത് എക്സാമിനേഷൻ ഹാളിലേക്ക് കൊണ്ടുവരാൻ പറ്റാതിരിക്കുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് നിങ്ങൾക്കുള്ള മൊബൈൽ ഫോണ്, വാച്ച്, പെൻ, പെൻസിൽ, കാൽക്കുലേറ്റർ, ലോഗ് ടേബിള്, അതുപോലെ റൈറ്റിംഗ് പാഡ്, ഈ വാട്ടർ ബോട്ടിൽ, അതുപോലെ ഭക്ഷണ സാധനങ്ങൾ, എന്തെങ്കിലും സ്നാക്സ് ഐറ്റംസുകൾ, വെള്ളം ഒന്നും തന്നെ എക്സാമിനേഷൻ ഹാളിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അതായത് പെന്നൊക്കെ അവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. കാൽക്കുലേറ്റർ കൊണ്ടുവരാൻ പാടില്ല, അതുപോലെ ലോഗ് ടേബിൾ കൊണ്ടുവരാൻ പാടില്ല, ഫോൺ ഉണ്ടാവാൻ പാടില്ല, ബ്രേസ്ലെറ്റോ മൊബൈൽ ഫോണുകളോ ഒന്നും തന്നെ എക്സാമിനേഷൻ ഹാളിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. അതുപോലെ തന്നെ പെൻ ഡ്രൈവ് കാര്യങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമ്മൾ നേരത്തെ പറഞ്ഞ അലൗഡ് ആയിട്ടുള്ള ഓൺലി ആ ഒരു 4 കാര്യങ്ങൾ മാത്രമേ എക്സാമിനേഷൻ ഹാളിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. വാട്ടർ ബോട്ടിൽ എല്ലാം അവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യും. വാച്ചിന് അവിടെ നിങ്ങൾക്ക് ടൈമിംഗ് നോക്കാൻ അവിടെ ക്ലാസ് റൂമിൽ ക്ലോക്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പൊ ഇതൊന്നും തന്നെ അലൗഡ് അല്ല. ഇപ്പൊ എന്തൊക്കെയാണ് കുട്ടികളെ കൊണ്ടുവരേണ്ടത്? അഡ്മിറ്റ് കാർഡ്, അതിൽ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പതിച്ചിരിക്കണം. കൂടാതെ നിങ്ങളുടെ പാരന്റിന്റെ സിഗ്നേച്ചറും നിർബന്ധമായിട്ടും ആദ്യമേ തന്നെ അത് ഡൗൺലോഡ് ചെയ്ത ഉടനെ തന്നെ സൈനും വാങ്ങിച്ചു വെക്കണം. പിന്നെ വേണ്ടത് ഒരു പെർഫോമയാണ്, അത് അതിന്റെ കൂടെ തന്നെയുണ്ട്. പിന്നെ പെർഫോമിന്റെ അകത്ത് ഒട്ടിക്കാനുള്ള ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോയും ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾക്ക് അറ്റൻഡൻസ് ഷീറ്റിൽ ഒട്ടിക്കാനുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഉണ്ടായിരിക്കണം. കൂടാതെ ഒരു ID പ്രൂഫും ഉണ്ടായിരിക്കണം. അത് നിങ്ങളുടെ ആധാർ ആയാൽ മതി. ഇത്രയും കാര്യങ്ങൾ മാത്രമേ എക്സാമിനേഷൻ ഹാളിലേക്ക് അലൗഡ് ആയിട്ടുള്ളൂ. ഓക്കെ. നമുക്ക് ഡ്രസ് കോഡ് എന്താണെന്ന് നോക്കാം. ഗേൾസിന്റെയും ബോയ്സിന്റെയും സെപ്പറേറ്റ് ഡ്രസ് കോഡുകളാണുള്ളത്. ആദ്യം നമ്മൾ ഗേൾസിന്റെ ഡ്രസ് കോഡിനെ കുറിച്ച് പറയാം. അപ്പൊ ഗേൾസ് ആവുമ്പോൾ നമുക്കറിയാം ഓർണമെന്റ്സുകളാണ്. അവരുടെ കയ്യിലുണ്ടാവുന്ന വാച്ചുകള്, അതുപോലെ ബ്രേസ്ലെറ്റുകള്, അതുപോലെ നമ്മുടെ റിങ്സുകള്, കമ്മല്, അതുപോലെ ചെറിയ മാലകളൊക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ ഹെയർ പിന്നുകൾ, ഇതൊന്നും തന്നെ അലൗഡ് അല്ല. അതായത് മെറ്റൽ ഐറ്റംസുകൾ ഒന്നും അലൗഡ് അല്ല. കാരണം നമുക്കൊരു മെറ്റൽ ഡിറ്റക്ഷൻ ടെസ്റ്റ് ഉണ്ടാവും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ വളരെ പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ നമുക്ക് ടെൻഷൻ ഉണ്ടാവും. അതിന്റെ ഫലമായിട്ട് നമുക്ക് ആകെ വെപ്രാളൊക്കെ ആവും. അതുകൊണ്ട് തന്നെ വളരെ ഫ്രീ ആയിട്ട് വരിക. ഇപ്പൊ നമ്മൾ മഫ്തപ്പിന്ന് വരെ ഉപയോഗിക്കാൻ പാടില്ല. കാരണം നമ്മൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ ചുറ്റിയും കഴിഞ്ഞിട്ട് മാത്രം ഷോൾ ഇട്ടിട്ട് പോകേണ്ടതാണ്. ഇനി ഗേൾസ് ആകുമ്പോൾ അവരുടെ മുടികളൊക്കെ ലോങ് ഹെയർസ് ഉള്ള കുട്ടികളാണെങ്കിൽ ജസ്റ്റ് ഒരു റബ്ബർ ബാൻഡ് ചെയ്യാവുന്നതാണ്. വേറെയുള്ള ക്ലിപ്പുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ അലൗഡ് അല്ല. ഡ്രസ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഗേൾസിന് നമുക്ക് ഏറ്റവും നല്ലത് ഒരു ഹാഫ് സ്ലീവ് ഉള്ള ഒരു കുർത്ത അല്ലെങ്കിൽ ഒരു ടോപ്പ് മാത്രം മതിയാവും. നിങ്ങൾക്ക് എന്റെ ടീഷർട്ട് ആണെങ്കിൽ അത് ഉപയോഗിക്കാം. ഹാഫ് സ്ലീവോ അല്ലെങ്കിൽ തീരെ കൈ ഇല്ലാത്തതാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അത് നിങ്ങൾ പ്രത്യേകം അതിന് വേണ്ടിയിട്ട് ഒരു ഐറ്റംസ് സ്റ്റിച്ച് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ റെഡിമെയ്ഡ് വാങ്ങി വെക്കുകയോ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ബോട്ടം ആവുമ്പോഴും അത് നമുക്ക് ജീൻസ് ഒന്നും അലൗഡ് അല്ല. കാരണം സിമ്പിൾ ആയിട്ടുള്ള കോട്ടന്റെ പാന്റുകൾ ഉപയോഗിക്കാവുന്നതാണ്. ചുരിദാറിന്റെ പാന്റുകൾ തന്നെ ഒരു സിമ്പിൾ ചുരിദാർ ആണെങ്കിൽ ചുരിദാർ എന്ന കുട്ടികളാണെങ്കിൽ ചുരിദാർ ഇടാം. അല്ലെങ്കിൽ ടീഷർട്ടും ബോട്ടവും ആണെങ്കിൽ ലൂസ് ബോട്ടം ഉപയോഗിക്കാം. ലൂസ് കോട്ടൺ ബോട്ടംസ് ഉപയോഗിക്കാവുന്നതാണ്. ഹാഫ് സ്ലീവ് ആണ് ഉപയോഗിക്കുന്നത്. സാധാരണ ഫുൾ സ്ലീവുകൾ അലൗഡ് അല്ല. അതുപോലെ തന്നെ 3/4 അതായത് ഇത്രയും ഉള്ള കൈയുള്ളത് അലൗഡ് അല്ല. അപ്പൊ നമുക്കൊരു ഹാഫ് സ്ലീവ് മാത്രമേ അലൗഡ് ആയിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് ഇല്ലെങ്കിൽ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒന്ന് നിങ്ങൾ വാങ്ങിച്ചു വെക്കുക.
കൂടാതെ ലൈറ്റ് കളേഴ്സ് ഡ്രസ്സുകളാണ് ഏറ്റവും നല്ലത്. കോട്ടന്റെ ലൈറ്റ് കളേഴ്സ് ഡ്രസ്സുകളാണ് നമുക്ക് ഏറ്റവും കംഫർട്ടായിട്ട് എക്സാമിനേഷൻ എഴുതാൻ പറ്റാവുന്ന ഡ്രസ്സുകളാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കസ്റ്റമറി ഡ്രസ്സ് ഇട്ട കുട്ടികളാണെങ്കിൽ, പർദ്ദ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ അവർ 1 മണിക്കൂർ മുന്നേ പ്രത്യേകം റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അവർ റിപ്പോർട്ട് ചെയ്തതിന് ശേഷമേ നിങ്ങൾക്ക് എക്സാമിനേഷൻ ഹാളിലേക്ക് കടത്തിവിടുള്ളൂ. അപ്പോൾ നമ്മൾ കസ്റ്റമറി ഡ്രസ്സ് ഇടുന്ന കുട്ടികളാണെങ്കിൽ മുൻകൂട്ടി 1 മണിക്കൂർ നേരത്തെ തന്നെ അവിടെ പ്രത്യേകം ഒരു റിപ്പോർട്ടിംഗ് സ്ഥലമുണ്ട്. അവിടെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ഫുൾ ചെക്ക് ചെയ്തതിനു ശേഷമേ അവർ അലൗഡ് ആവുള്ളൂ. ഓക്കെ, നല്ല സാധാരണ നോർമൽ ഡ്രസ്സുകളാണെങ്കിൽ നിങ്ങൾക്ക് വേഗം കടന്നു പോകാവുന്നതാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സുകളാണ് അലൗഡ് ഉള്ളൂ. ജീൻസുകൾ, അതായത് കുറെ പോക്കറ്റ്സ് ഉള്ള അല്ലെങ്കിൽ ലെയർ ഡ്രസ്സുകളോ അല്ലെങ്കിൽ ഫ്രോക്കുകളോ കുറെ ലെയർ ആയിട്ടുള്ള ഒന്നും തന്നെ അലൗഡ് അല്ല. ഓക്കെ, കസ്റ്റമറി ഡ്രസ്സ് ഇട്ടിട്ടുള്ള കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും 1 മണിക്കൂർ മുന്നേ തന്നെ റിപ്പോർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഡ്രസ്സോട് കൂടിയിട്ട് എക്സാമിനേഷൻ ഹാളിൽ അലൗഡ് ആവുള്ളൂ. ആ കുട്ടികൾ പ്രത്യേകം 1 മണിക്കൂർ മുന്നേ റിപ്പോർട്ട് ചെയ്ത് കാര്യങ്ങളിൽ അവരുടെ വ്യക്തത വരുത്തേണ്ടതാണ്. നമുക്ക് ഏറ്റവും കോൺഫിഡന്റ് ആയിട്ടാണ് നമ്മൾ എക്സാമിനേഷൻ ഹാളിലേക്ക് പോകേണ്ടത്. മെഹന്തി, നെയിൽ പോളിഷ് ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യുക. അതിനോടനുബന്ധിച്ച് നിങ്ങൾ ഒന്നും എക്സാമിനേഷൻ കഴിയുന്ന വരെ ഒന്നും തന്നെ ഇടാതിരിക്കുക. ഏറ്റവും സിമ്പിൾ ആയിട്ട്, അതായത് ലൈറ്റ് നിങ്ങൾക്ക് കംഫോർട്ട് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് നിങ്ങൾ ഇപ്പോഴേ സെലക്ട് ചെയ്ത് വെക്കുക. ഫുൾ സ്ലീവ് മാത്രം ഇടുന്ന കുട്ടികൾക്കാണെങ്കിൽ കുറെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അവര് ഒരു ഹാഫ് സ്ലീവ് കരുതി വെക്കുക. ആ ടൈമിൽ മാത്രമേ ഉള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് പുറത്തു വന്നാൽ അത് ഡ്രസ്സ് മാറ്റാനുള്ള സൗകര്യം ഉണ്ടാവും. ഇനി ഗേൾസിന് ഒരു സംശയം ഉണ്ടാവും, ബ്രാ അലൗഡ് ആണോ എന്നുള്ളത്. അതായത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സ്പോർട്സ് ബ്രാകൾ ആണെങ്കിൽ അത് മോർ കംഫോർട്ട് ആയിരിക്കും. അത് വാങ്ങി വെക്കുക, അതായിരിക്കും മോർ ബെറ്റർ. ഓക്കെ, പിന്നെ ഷൂസ് ഒന്നും അലൗഡ് അല്ല കുട്ടികളെ. സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഹവായോ അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ചപ്പലുകളോ മാത്രമേ അലൗഡ് ആയിട്ടുള്ളൂ. സാധാരണ പ്ലാസ്റ്റിക് ചപ്പലുകൾ, ഷൂസ് കാര്യങ്ങളൊക്കെ തന്നെ, വലിയ വലിയ ചെരുപ്പുകളും വലിയ വലിയ ഷൂസുകളും ഒന്നും തന്നെ അലൗഡ് അല്ല. ഇനി ബോയ്സിന്റെ ഡ്രസ്സ് ആണെങ്കിൽ അവർ സാധാരണയുള്ള കോളർ ഇല്ലാത്ത ടീഷർട്ടുകളോ കുർത്ത പോലെയുള്ള ഷർട്ടുകളോ മാത്രമാണ് ധരിക്കേണ്ടത്. അതും ഹാഫ് സ്ലീവ് മാത്രമേ അലൗഡ് ഉള്ളൂ. 3/4 അല്ലെങ്കിൽ ഫുൾ സ്ലീവോ അലൗഡ് അല്ല. സിമ്പിൾ ആയിട്ടുള്ള പാൻറ്റുകളാണ് ധരിക്കേണ്ടത്. അതായത് ലൂസ് ട്രൗസേഴ്സ് ആവാം, ലൂസ് പാൻറ്റുകളാവാം. അത് കഴിയുന്നതും അതിൽ വലിയ ബെൽറ്റുകളോ ഒന്നും തന്നെ ഇടാൻ പാടില്ല. അതുപോലെ മെറ്റൽ ആയിട്ടുള്ള ഒരു ഐറ്റംസും ഉണ്ടാവാറില്ല. സിമ്പിൾ ആയിട്ടുള്ള ഹുക്കുകൾ മാത്രമേ അലൗഡ് ആയിട്ടുള്ളൂ. ബോയ്സിനും ഷൂസ് ഒന്നും അലൗഡ് അല്ല. സാധാരണയുള്ള സിമ്പിൾ ആയിട്ടുള്ള ചപ്പലുകൾ മാത്രമേ അലൗഡ് ഉള്ളൂ. എല്ലാം സിമ്പിൾ ആണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇടുന്ന സാധാ മോഡലുള്ള ചപ്പലുകൾ, ചെരുപ്പുകൾ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മളൊരു കല്യാണത്തിനോ ഫംഗ്ഷനോ പോവുകയല്ല, നമ്മളൊരു എക്സാമിനേഷൻ എഴുതാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സുകൾ മാത്രമേ അലൗഡ് ആയിട്ടുള്ളൂ. ഇനി സാധാരണ കുട്ടികളുണ്ടാവും ഇവിടെയൊക്കെ ഡ്രസ്സിന്റെ മുകളിലൊക്കെ തന്നെ വലിയ വലിയ ലെറ്റേഴ്സുകൾ, എഴുത്തുകളും വലിയ വലിയ ബട്ടൺസുകളും ഒക്കെ ഉള്ളത്, അതൊന്നും അലൗഡ് അല്ല. ചെറിയ ചെറിയ പ്രിന്റുകൾ, പൂക്കളുകളും ഒക്കെ തന്നെ അലൗഡാണ്. പക്ഷേ നിങ്ങളുടെ പോലെ വലിയ വലിയ എഴുത്തുകളും ഹാൻഡ് റൈറ്റിംഗ്സ് കാര്യങ്ങൾ, അതുപോലെ വലിയ വലിയ ബട്ടൺസ് ഉള്ള ടീഷർട്ടുകളോ ഒന്നും തന്നെ അലൗഡ് അല്ല. അത് ബോയ്സ് ആയാലും ഗേൾസ് ആയാലും. അപ്പോൾ ബോയ്സിനാണെങ്കിലും ഹാഫ് സ്ലീവ് ഉള്ള ഷർട്ടുകൾക്ക് കോളർ പാടില്ല. അതുകൊണ്ട് ടീഷർട്ടുകൾ തന്നെയാണ് മോർ ബെറ്റർ. ലൂസ് ആയിട്ടുള്ള ട്രൗസേഴ്സോ പാൻറ്റോ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ ഒരിക്കലും കുറെ പോക്കറ്റുകളുള്ള പാൻസുകൾ അലൗഡ് അല്ല. കുറെ പോക്കറ്റുകൾ താഴെയും മേലെയൊക്കെ പോക്കറ്റുകൾ ഉണ്ടാവും. കാരണം ഇതിലൊക്കെ കോപ്പി ഉണ്ടാവുമല്ലോ. അപ്പൊ അത് പിടിക്കാതിരിക്കാനാണ് ഇതൊന്നും അലൗഡ് ആക്കാതിരിക്കുന്നത്. സിബുകളോ കൂടുതലായിട്ടുള്ള മെറ്റൽ സിബുകളുള്ള ഐറ്റംസ് ഒന്നും തന്നെ അലൗഡ് അല്ല. മെറ്റാലിക് ഐറ്റംസ് ഒന്നും തന്നെ അലൗഡ് അല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ ഒരു ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് വെക്കാവുന്നതാണ്. ഒന്നുമില്ലാതെ, മെറ്റൽസ് ഒന്നുമില്ലാത്ത, പ്രത്യേകിച്ച് കൂടുതൽ സിബുകളോ ബട്ടൺസുകളോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു സിമ്പിൾ ഡ്രസ്സ് സെലക്ട് ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള കസ്റ്റമറി ഡ്രസ്സ്, ഇപ്പൊ നമ്മൾ മഫ്ത ആയാലും ഹിജാബ് ആയാലും ബുർക്ക് പർദ്ദ ആയാലും ഒക്കെ ധരിക്കുന്ന കുട്ടികൾ ഉണ്ടാകും. അതുപോലെ തന്നെ കന്യാസ്ത്രീകളുടെ ഡ്രസ്സുകളായാലും ഒക്കെ തന്നെ ഇവരൊക്കെ തന്നെ അലൗഡ് ആണ്. ഇവർ എന്താണ് ചെയ്യുന്നത്, 1 മണിക്കൂർ മുന്നേ എക്സാമിനേഷൻ ഹാളിലെത്തി സ്പെഷ്യൽ ചെക്കപ്പിന് വിധേയമാക്കേണ്ടതാണ്. അപ്പൊ ഈ ഒരു സ്പെഷ്യൽ ചെക്കപ്പ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം അലൗഡ് ആയിരിക്കും. അപ്പൊ അത് കഴിയുന്നതും നേരത്തെ തന്നെ നിങ്ങൾ ആ ചെക്കപ്പിന് വേണ്ടി നേരത്തെ തന്നെ എത്താവുന്നതാണ്. അതുകൊണ്ട് നോ പ്രോബ്ലം. നിങ്ങളെല്ലാ കാര്യങ്ങളും അവർ ചെക്ക് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ഗേൾസ് ആയാലും ബോയ്സിന് അങ്ങനത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള കസ്റ്റമറി ഡ്രസ്സുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരും 1 മണിക്കൂർ നേരത്തെ തന്നെ എക്സാമിനേഷൻ സെന്ററിൽ എത്തിയിട്ട് ആ സ്പെഷ്യൽ ചെക്കപ്പിന് വിധേയമാകേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിന് ആ പ്രശ്നം അവിടെ സോൾവ് ആവുന്നതായിരിക്കും. ഓക്കെ, അല്ലാത്ത കുട്ടികളൊക്കെ തന്നെ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സുകളാണ് വേണ്ടത്. ലൈറ്റ് കളർ ഡ്രസ്സുകളാണ്. ഓർണമെന്റ്സ് പാടില്ല. ഈ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. മുടിയൊക്കെ നല്ല സിമ്പിൾ ആയിട്ട്, മുടികളൊക്കെ നല്ല ഒരു പോണിറ്റൈൽ, ഒരു റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് കെട്ടി വരേണ്ടതാണ്. ഓക്കെ, ഇനി ചില കുട്ടികളുണ്ടാവും കണ്ണടയുള്ള കുട്ടികൾ, അവർക്ക് അത് അലൗഡ് ആണ്. അതുപോലെ തന്നെ പല്ലിന് ക്ലിപ്പ് ഇട്ട കുട്ടികളുണ്ടാവും, അതും അലൗഡ് ആണ്.
പിന്നെ ചില കുട്ടികൾക്ക് ചോദിക്കുന്നുണ്ടാവും ടാറ്റു ഒക്കെ പതിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അത് കഴിയുന്നത് ഇപ്പൊ പതിക്കാതിരിക്കുക. ഓൾറെഡി പെർമനന്റ് ടാറ്റു ആണെങ്കിൽ അത് നിങ്ങൾ 1 മണിക്കൂർ മുന്നേ ചെക്കപ്പിന് വേണ്ടി വിധേയമാവേണ്ടതാണ്. അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്ക് അത് കുറവായിരിക്കും. ഔട്ട് ഓഫിലെ കുട്ടികൾക്കാണ് ടാറ്റു ഒക്കെ കയ്യിലൊക്കെ പതിച്ചിട്ടുണ്ടാകുക. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ 1 മണിക്കൂർ മുന്നേ ചെക്കപ്പിന് എത്തേണ്ടതാണ്. അപ്പോൾ നമുക്കത് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സുകളാണ്. ഹാഫ് സ്ലീവ്സ് ഓർ കട്ട് സ്ലീവ്സ് അലൗഡ് ആണ്. 3/4 ഓർ ഫുൾ സ്ലീവ് അലൗഡ് അല്ല. കോളർ നെക്കുകൾ അലൗഡ് അല്ല. സിമ്പിൾ ആയിട്ടുള്ള ലൂസ് കുർത്താസോ ലൂസ് ടോപ്പുകളോ പാൻറ്റുകളോ അലൗഡ് ആണ്. ടീഷർട്ടുകൾ അലൗഡ് ആണ്. അതുപോലെ തന്നെ അതിൽ വലിയ വലിയ പ്രിന്റുകളൊന്നും അലൗഡ് അല്ല. അതുപോലെ വലിയ വലിയ ബട്ടൺസുകൾ അലൗഡ് അല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സുകളാണ് വരേണ്ടത്. ഒരു ഓർണമെന്റ്സും ഇടാൻ പാടില്ല. ഓക്കെ, അതുപോലെ തന്നെ ബോട്ടം ആണെങ്കിൽ ലൂസ് ആയിട്ടുള്ള പാന്റ് ട്രൗസേഴ്സ് അതുപോലെ ചുരിദാറിന്റെ ബോട്ടംസ് ഒക്കെ തന്നെ അലൗഡ് ആണ്. പക്ഷെ ലേഡ് ആയിട്ടുള്ള ഫുള്ളി ആയിട്ടുള്ള മാക്സി ടൈപ്പ് മോഡലുകളോ അങ്ങനെ വലിയ വലിയ ലെയേഴ്സുകളോ അതുപോലെ തന്നെ കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സുകളോ ഒന്നും തന്നെ നിങ്ങൾ കഴിയുന്നത് ഒഴിവാക്കുക. അതെല്ലാം തന്നെ നിങ്ങൾക്ക് ചെക്കപ്പ് ചെയ്യുന്നതിൽ കുറെ സമയം എടുക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പോക്കറ്റുകൾ ഇല്ലാത്ത ഡ്രസ്സുകൾ സെലക്ട് ചെയ്യാൻ നോക്കുക. ഏറ്റവും വളരെ കുറഞ്ഞ മിനിമം പോക്കറ്റുകൾ, പാൻറ്റൊക്കെ ആകുമ്പോൾ ഒരു പോക്കറ്റെങ്കിലും ഉണ്ടാകാതിരിക്കില്ലല്ലോ, അങ്ങനെയുള്ള മിനിമം പോക്കറ്റുകളുടെ ഡ്രസ്സുകൾ സെലക്ട് ചെയ്യുക. തന്നെ സിമ്പിൾ ആയിട്ടുള്ള ചെരുപ്പുകളായിരിക്കും എടുക്കുന്നത്. അതാണ് ഒരു അവായി മാത്രം മതി, അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ ചപ്പൽ ധരിക്കുക. ഷൂസോ കാര്യങ്ങളോ ഒന്നും തന്നെ കവേർഡ് ആയിട്ടുള്ള ഒരു ഐറ്റംസും അലൗഡ് അല്ല. അപ്പൊ ഇൻ ഷോർട്ട് കുട്ടികളെ, നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. തുടർന്നും നീറ്റ് 2021ന്റെ വീഡിയോസുകളൊക്കെ തന്നെ നമ്മുടെ ചാനലിലൂടെ അപ്ഡേഷൻസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.